അവസാനം ഗോപി തുറന്നിരിക്കും. നിങ്ങൾ എനിക്ക് തൃശ്ശൂർ തരണം, തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക എന്ന സിനിമാ സ്റ്റൈൽ ഡയലോഗും അമ്പലത്തിലും പള്ളിയിലും കയറി കള്ള അഭിനയമെല്ലാമായി തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഗോപി തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ഉടനെ തന്റെ ഡ്രൈവറോട് നടത്തിയ ഒരു പ്രതികരണം നിങ്ങളാരും മറന്നു കാണാനിടയില്ലല്ലോ. അധികാരം കിട്ടിയ അന്ന് തന്നെ അയാൾ മാടിമ്പത്തിനും തുടങ്ങിയതാണ്. എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്. പോലീസ് എന്തിനാ നിൽക്കുന്ന? ക്ലിയർ മൈ വേ പ്ലീസ്. Ask her to move back. Ask her to move back. സൗകര്യമില്ല പറയാൻ. അന്ന് പുറത്തു വന്ന് തുടങ്ങിയ അഹങ്കാരവും ഗർവും അതുപോലെയോ അതുക്കും മേലെയായോ ഇന്നും തുടരുന്നുണ്ട്. അല്ല, താൻ ആരാടാവോ? നാട്ടുരാജാവോ? അതൊക്കെ അങ്ങ് വീട്ടില് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. തന്നെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരിലെ ജനങ്ങളോട് മാത്രമല്ല, കേരളത്തിലെ കംപ്ലീറ്റ് ആൾക്കാരോട് തനിക്ക് പൂച്ചം അല്ലേടോ. കേരളത്തിന്റെ മതേതര മനസ്സുകളെ സംശയത്തിലാക്കും വിധം മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് മൃഷ്ടാനം വിഴുങ്ങിയ മാധ്യമങ്ങൾക്ക് ഇപ്പം വയറ് നിറച്ച് കിട്ടിയപ്പോ സമാധാനമായി കാണുമല്ലോ. ആളാവാൻ വരരുത്. അല്ലെങ്കിലും ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് ജയിച്ചവർക്ക് ഉണ്ടാവേണ്ട മാന്യതയും മര്യാദയും കൂട്ടത്തോടെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചേർത്ത് ജനാധിപത്യ പ്രക്രിയ തന്നെ പരിഹസിച്ച് അധികാരം കട്ടെടുത്തവന്മാർക്കാവൂ. ഒരു ഇലക്ഷൻ അങ്ങ് കടന്നുകൂടി ജയിക്കാൻ വേണ്ടി വക്രതന്ത്രങ്ങൾ, അത് മഹാപാപം തന്നെയാണ്. എന്റെ കാര്യത്തിൽ ഇപ്പോഴും അതൊക്കെ തുടരുന്നുണ്ട് കേട്ടോ. ൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലെ പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. ചോദ്യം ചോദിച്ചാൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്ന ഗോപിയുടെ വായിൽ ഇപ്പൊ അമ്പഴങ്ങയാണ്, അമ്പഴങ്ങ. തൃശ്ശൂരിൽ വലിയ ആരോപണമാണുള്ളത് സാർ. ഒന്നും അതിൽ പരിഹരിക്കാനുള്ളത് താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു സാർ. ഒന്നും പരിഹരിക്കാനില്ല സാർ. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും സാർ, ഉത്തരം തന്നേ പറ്റുള്ളൂ. കാരണം ഇതൊന്നും ഒരുത്തന്റെ തറവാട് വകയല്ല, നമ്മൾ ഇവിടുത്തെ പൗരന്മാരാണ്. ബൈ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് മിസ്റ്റർ ഗോപി. നിങ്ങളോട് പറയാൻ സൗകര്യമില്ല.